എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മെറിൽ റോയ്സ് യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എയർ ഫ്രൈയിൽ ചിക്കൻ ടെൻഡർലോയിൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ടെൻഡർലോയിൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ടെൻഡർലോയിൻസ് എടുത്തിരുന്ന ഒരു 12 to 15 പീസസ് വേണം. നമ്മളിത് ഫുള്ളെടുത്ത് കുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ളടുത്ത് ഇന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നാളെ ബാക്കി ഉപയോഗിക്കാനായിട്ടാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബൗൾ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ബൗളിലോട്ട് ആദ്യമേ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു ചെറിയ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. ഞാനൊരു 4 സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തു. ഞാൻ ഈ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെഷർമെൻറ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. ഒരു ചെറിയ സ്പൂൺ, അതിനകത്ത് 4 സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തു. ഇനി ഞാൻ ഗാർലിക് പൗഡർ എടുത്തു. ഗാർലിക് പൗഡർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഞാനൊരു സ്പൂണിൻ്റെ ഒലിവ് ഓയിൽ എടുത്ത സ്പൂണിൻ്റെ ഒരു പകുതി, ഒരു ഇച്ചിരി എടുത്തിട്ടുള്ളൂ, ഒത്തിരിയില്ല എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി ഞാൻ എടുത്തേക്കുന്നത്. കുരുമുളക് പൊടി ഞാൻ ഈ ഒരു ചെറിയ സ്പൂണിൻ്റെ ഒരു സ്പൂൺ എടുത്തു. കാരണം നമുക്കൊരു 12 to 15 പീസസ് ഉണ്ടല്ലോ, ഒരു സ്പൂൺ എടുത്തു. ഈ ബ്രൗൺ ഷുഗർ അത് ഒത്തിരി വേണ്ട, ഒരു പൊടിക്ക് ഇട്ടാൽ മതി, ഒരു തുള്ളി. അതായത് ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തു. ഇനി സോൾട്ട് ഞാനൊരു ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്പൂൺ 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഞാൻ എടുക്കുന്ന ഒന്നാണ് കൈനി പെപ്പർ. കൈനി പെപ്പർ ഞാൻ ഈ സ്പൂണ് നമ്മൾ ആദ്യം എടുത്ത സ്പൂണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ പോവാണ്. കാരണം നമുക്ക് വേറെ പെപ്പറൊന്നും നമ്മൾ ഇടുന്നില്ല, വേറെ എക്സ്ട്രാ വേറെ മുളകൊന്നും ഇടുന്നില്ല. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തെങ്കിലും കുറവോ കൂടുതലുണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് ഇളക്കണം. ചിക്കൻ്റെ എല്ലാ പീസിലും, അതുപോലെ എല്ലാ പീസുകളിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് പറ്റണം. എന്നാലും നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഫ്ലേവർ അങ്ങ് കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കെച്ചപ്പ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാ പീസുകളും ഇപ്പോൾ ഒരുമാതിരി നല്ല. ഇനി നമ്മൾ ഇത് അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം, അരമണിക്കൂറെങ്കിലും. എന്നിട്ട് നിങ്ങളിനി അരമണിക്കൂർ കൂടുതൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പോൾ അരമണിക്കൂറും ഒരു മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുക. സോ എയർ ഫ്രൈയിൽ ഒരു 390 ഇട്ടിട്ട് 12 മിനിറ്റ്സ് ആണ് ഇടുന്നത്. ഞാനിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. സോ പ്രീ ഹീറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ആഡ് ഫുഡ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. സോ എൻ്റെ കയ്യിൽ എയർ ഫ്രയറിനകത്ത് വെക്കുന്ന ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ചിക്കൻ ഇതിൽ നിന്ന് ഇത് നിറച്ച് എടുക്കും. അത്ര ചിക്കൻ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിറച്ച് ചിക്കൻ ഞാൻ അങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഇന്നത്തെ ഇനി എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നേരത്തെ എണ്ണ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ എയർ ഫ്രയർ ഷീറ്റ് എടുത്ത് വെക്കാൻ പോവാണ്. എടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കൈ പൊള്ളാതെ വേണം എടുത്ത് വെക്കാനേ. ഇനി നമുക്കിതങ്ങ് അടച്ച് എയർ ഫ്രയറിലോട്ട് തിരിച്ച് വെക്കാം. ഇതങ്ങ് അടച്ച് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആയിക്കോളും. ആഡ് ഫുഡിന് കാണിച്ച പോലെ തന്നെ ഇനി ഫുഡ് ടേൺ ചെയ്യാറാകുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കാണിച്ചോളും. ഇനി അഥവാ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ ഒരു 6 മിനിറ്റ്സ് കഴിയുമ്പോൾ മറിച്ചിട്ട്, ബിക്കോസ് 2 സൈഡും ഒരുപോലെ 6 മിനിറ്റാണ് കുക്കാവേണ്ടത്. മറിച്ചിട്ടെടുത്തപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. സോ 1 സൈഡ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് വെക്കുക. ഞാൻ മറിച്ചിട്ടു. ഇനി ഇവരെ നമ്മൾ തിരിച്ച് വെക്കാൻ പോവാണ്. അടച്ചു, സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയേക്കുന്നത്.